വയനാട്ടിൽ ഉരുൾപൊട്ടൽ ഉണ്ടായതിൻ്റെ 3-ാം ദിവസവും ഊർജിതമായി രക്ഷാപ്രവർത്തനം നടന്നു. ദുരന്തത്തിൽ 293 പേർ മരിച്ചു. ദുരന്തത്തിൽ ജീവനോടെ ഉള്ളവരെയെല്ലാം രക്ഷപ്പെടുത്തിയതായി മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഉദ്യോഗസ്ഥതല യോഗം വിലയിരുത്തി. 29 കുട്ടികളെയാണ് കാണാതായത്. 348 കെട്ടിടങ്ങളും തകർന്നു. ദുരന്ത മേഖലയിൽ 2 വിദ്യാലയങ്ങളാണുള്ളത്. ഈ പ്രദേശത്തെ ചില കുട്ടികൾ മേപ്പാടിയിലും പഠിക്കുന്നുണ്ട്. വിവിധ വിദ്യാലയങ്ങളിലെ കണക്കനുസരിച്ച് 29 കുട്ടികളെയും കാണാനുണ്ട്. ഇതിൽ 11 പേർ വെള്ളാർമല സ്കൂളിലാണ്. ഈ വിദ്യാലയം മലവെള്ളപ്പാച്ചിലിൽ പാടെ തകർന്നു. കാണാതായ 29 കുട്ടികളിൽ 4 പേരുടെ മൃതദേഹങ്ങൾ തിരിച്ചറിഞ്ഞു. മുണ്ടക്കൈ, അട്ടമല ഭാഗങ്ങളിൽ ഇനി ആരും ജീവനോടെ കുടുങ്ങിക്കിടക്കാൻ സാധ്യതയില്ലെന്ന് സൈന്യം അറിയിച്ചു. ഒറ്റപ്പെട്ട ആരെങ്കിലും കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്നാണ് പരിശോധിക്കുന്നത്. ദുരന്തമേഖലയിലും മലപ്പുറം ജില്ലയിലും തെരച്ചിലിനായി പോലീസുണ്ട്. 1000 പോലീസുകാരാണ് ഉരുൾപൊട്ടൽ ബാധിച്ച ഇടങ്ങളിൽ തെരച്ചിലിനുള്ളത്. മൃതദേഹങ്ങൾ പലതും ഒഴുകിയെത്തുന്നത് മലപ്പുറം ജില്ലയിലേക്കാണ്. അതിനായി മലപ്പുറത്തും 1000 പോലീസിനെ വിന്യസിച്ചു. കാണാതായ ആളുകളെ കണ്ടെത്താൻ പ്രത്യേക നോഡൽ ഓഫീസറെയും ചുമതലപ്പെടുത്തി. ചില മൃതദേഹങ്ങളുടെ അവശിഷ്ടങ്ങളാണ് കിട്ടിയത്. ഇതിന്റെ തിരിച്ചറിയലും സംസ്കാരവുമാണ് ഒരു പ്രശ്നമായി അവശേഷിക്കുന്നതും. 3 ദിവസങ്ങളിലായി തെരച്ചിൽ നടക്കുന്നുണ്ട്. മൃതദേഹം കിട്ടിയാൽ 3 മിനിറ്റിനുള്ളിൽ പോസ്റ്റ്മോർട്ടവും ചെയ്യുന്നുണ്ട്. വീടുകൾ ഉൾപ്പെടെ 348 കെട്ടിടങ്ങളെയും ഉരുൾപൊട്ടൽ ബാധിച്ചു. ന്യൂസ് ഡെസ്ക്, കൈരളി ന്യൂസ്.